നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിൽ മൊഡ്യൂൾ 4 ആയിട്ടുള്ള ബ്രാഞ്ച് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ മെത്തേഡ്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിനി ഓരോ മെത്തേഡ്സിൻ്റെയും പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് എടുക്കുന്നത് ഡെപ്റ്റർ സിസ്റ്റത്തിനകത്ത് വരുന്ന ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ, അതായത് ബ്രാഞ്ചസിന് എന്താണ് കോസ്റ്റ് പ്രൈസിൽ ഗുഡ്സ് കിട്ടുകയും അത് ക്യാഷിന് മാത്രം വിൽക്കുന്ന തരത്തിലുള്ള ബ്രാഞ്ചസ് എങ്ങനെയാണ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളതിൽ ഇല്ലസ്ട്രേഷൻ 1 എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇല്ലസ്ട്രേഷൻ 1 ഇനിയാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാൻലി ആൻഡ് ബ്രോസ് ഓഫ് പാമ്പാടി ഹാസ് എ ബ്രാഞ്ച് അറ്റ് തിരൂർ. സ്റ്റാൻലി ആൻഡ് ബ്രോസ് എന്ന് പറയുന്ന പാമ്പാടിയിലുള്ള സ്റ്റാൻലി ആൻഡ് ബ്രോസിന് എന്തുണ്ട്? തിരൂരിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. The following are the transactions between the branch and the head office for the year ended 31st March 2015. ആ ഒരു വർഷത്തെ ഈ ഒരു ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 1st April 2014. അതെന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. എത്രയാണ്? 18,000 രൂപ. ദെൻ പെറ്റി ക്യാഷ് ബാലൻസ് ഓൺ 1st April 2014. അതെന്താണ്? പെറ്റി ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് 30 രൂപ. ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിംഗ് ദ ഇയർ 2014-15. ആ ഒരു വർഷം മൊത്തത്തിൽ ബ്രാഞ്ചിലേക്ക് അയച്ചിരിക്കുന്ന ഗുഡ്സ് 80,000, 80,000 ആണ്. ഇനി പറയുന്നത് റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ, ബ്രാഞ്ചിന് പണം കൊടുത്തു അല്ലെങ്കിൽ അടച്ചു. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? സാലറീസ് 3,000, റെന്റ് 4,000, പെറ്റി ക്യാഷ് 170. അങ്ങനെ എല്ലാം കൂടെ 7,170 രൂപ നമ്മൾ ബ്രാഞ്ചിലേക്ക് അടച്ചിട്ടുണ്ട്. ദെൻ ക്യാഷ് റെമിറ്റൻസ് ബൈ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഞ്ച് ഇങ്ങോട്ട് തന്നിരിക്കുന്ന ക്യാഷ് അതെന്തായിരിക്കും? സെയിൽസ് ആണ്. ഇവിടെ പറയുന്നു, ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ബ്രാക്കറ്റ് ക്യാഷ് സെയിൽസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ക്യാഷിന് മാത്രമേ ഇവിടെ സെയിൽസ് നടത്തിയിട്ടുള്ളൂ. അപ്പോൾ നോക്കിയാൽ 1,30,000 രൂപയുടെ എന്ത് നടത്തിയിട്ടുണ്ട്? സെയിൽസ് നടത്തി. ഈ ക്യാഷ് ബ്രാഞ്ച് ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഹെഡ് ഓഫീസിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞ സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 31st March 2015 എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക് അല്ലെ. ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് 21,000. ദെൻ പെറ്റി ക്യാഷ് ബാലൻസ് ഓൺ 31st March 2015 എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസിംഗ് പെറ്റി ക്യാഷ് ബാലൻസ് 40 രൂപയാണുള്ളത്. നമ്മൾ ഇത് വെച്ചിട്ട് ആദ്യം ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം ലെഡ്ജർ അക്കൗണ്ട്സ് ആരുടെ ബുക്കാണ്? ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ. നമ്മളിത് തിയറി പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞതാണ്. നമ്മളിവിടെ ഈ ബ്രാഞ്ച് യാതൊരു അക്കൗണ്ട്സും എന്ത് ചെയ്യത്തില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അവരൊരു പെറ്റി ക്യാഷ് ബാലൻസ് മാത്രം അറിയുന്നതിന് വേണ്ടി പെറ്റി ക്യാഷ് ബുക്ക് മാത്രമേ ബ്രാഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഇവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെഡ് ഓഫീസ് മാത്രമാണ്. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലാണ് നമ്മൾ വരയ്ക്കേണ്ടുന്നത്. വരയ്ക്കേണ്ട ഏത് അക്കൗണ്ടാണ്? ബ്രാഞ്ച് അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത്. ഇത് കൂടാതെ നമുക്ക് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടും സ്റ്റോക്ക് അക്കൗണ്ടും ഒക്കെ വരയ്ക്കാം. പക്ഷെ മെയിനായിട്ടും വരയ്ക്കേണ്ടത് ഏതാണ്? ബ്രാഞ്ച് അക്കൗണ്ടാണ്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ജേണൽ വരയ്ക്കുക. ജേണൽ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് വരയ്ക്കാം? ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ട്രാൻസാക്ഷനും വായിച്ചിട്ട് എങ്ങനെയാണ് ജേണൽ എഴുതുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ വായിച്ചിട്ട് ജേണൽ എഴുതാം. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 1st April 2014 18,000. പെറ്റി ക്യാഷ് ബാലൻസ് ഓൺ 1st April 2014 30 rupees. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ജേണൽ എൻട്രി എഴുതുന്ന കാര്യം പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞ കാര്യമാണ്. ഫസ്റ്റ്, അതായത് ഒരു ഓപ്പണിംഗ് ബാലൻസ്, ഈ പറഞ്ഞ സ്റ്റോക്കിൻ്റെയോ അതുപോലെ തന്നെ പെറ്റി ക്യാഷിൻ്റെയോ ഫർണിച്ചറിൻ്റെയോ ഒക്കെ ഓപ്പണിംഗ് ബാലൻസ് തന്നാൽ നമ്മളിത് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ എൻട്രി എങ്ങനെ വരും? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റ് അല്ലെ. ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരണ്ട. അതുകൊണ്ട് നമ്മൾ എഴുതേണ്ടത് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു എന്തൊക്കെയാണ്? ബ്രാഞ്ച് സ്റ്റോക്ക്. എത്ര രൂപയാണ്? 18,000 അല്ലേ. ബ്രാഞ്ച് സ്റ്റോക്ക് 18,000. ഇതിനടുത്ത് എന്താണ് ഓപ്പണിംഗ് തന്നിരിക്കുന്നത്? ബ്രാഞ്ച് പെറ്റി ക്യാഷ്. ബ്രാഞ്ച് പെറ്റി ക്യാഷ് എമൗണ്ട് 30 രൂപ. ഇത് രണ്ടും കൂടെ കൂട്ടി ബ്രാഞ്ച് അക്കൗണ്ട് നേരെ 18,030 rupees, 18,030 രൂപ. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് തന്നാൽ, അത് സ്റ്റോക്ക് ആയിക്കോട്ടെ പെറ്റി ക്യാഷ് ആയിക്കോട്ടെ, ചില കേസിൽ ഫർണിച്ചറും തരാം, അങ്ങനെയൊക്കെ തന്നാൽ നമ്മൾ കാണിക്കേണ്ട എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വേണം കാണിക്കാൻ. എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? ബ്രാഞ്ച് സ്റ്റോക്ക് ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ്. നറേഷൻ എങ്ങനെ എഴുതാം? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഓപ്പണിംഗ് പെറ്റി ക്യാഷ് ബാലൻസ് ട്രാൻസ്ഫർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് എഴുതാം.
അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിംഗ് ദ ഇയർ 2014-15. ആ വർഷം 2014-15 ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ബ്രാഞ്ചിലേക്ക് ഈ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് അയച്ചിട്ടുള്ള ഗുഡ്സ് എന്ന് പറഞ്ഞാൽ 80,000 രൂപയുടേതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ആരുടെ ബുക്കാണ് എഴുതുന്നത്? ഹെഡ് ഓഫീസിന്റെ ബുക്കാണ്. അതായത് ഹെഡ് ഓഫീസാണ് ഈ ബുക്ക് എഴുതുന്നത്. അപ്പം ഹെഡ് ഓഫീസിന്റെ ചെലവുകളും ഹെഡ് ഓഫീസിന്റെ വരവുകളുമാണ് എഴുതുന്നത്. അപ്പോൾ ഈ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഹെഡ് ഓഫീസിന് എന്താണ്? അതൊരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. കാരണം എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ടിന് നോമിനൽ അക്കൗണ്ടിന്റെ നേച്ചറാണ്. എല്ലാ എക്സ്പെൻസസുകളെയും ഡെബിറ്റ് ചെയ്യുക, എല്ലാ ഇൻകത്തിനെയും എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ എൻട്രി എങ്ങനെ വരും? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. എമൗണ്ട് എത്രയാണ്? 80,000. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് ഗുഡ്സ് അയച്ച എൻട്രി ആണ്. അപ്പോൾ നമുക്ക് നറേഷൻ ഒക്കെ എഴുതാം. ടോട്ടൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 80,000 അല്ലേ? മൊത്തം 80,000 രൂപയുടെ ഗുഡ്സ് ആണ് ഇവിടെ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് അയച്ചു കൊടുത്തത്. അപ്പോൾ 2 എൻട്രി കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത് പറഞ്ഞിരിക്കുന്നത് റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ സാലറീസ്, റെന്റ്, പെറ്റി ക്യാഷ്. ഇവിടെ ബ്രാഞ്ചിലേക്ക് പൈസ കൊടുത്തു. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? സാലറീസ് ആയിട്ട് 3,000, റെന്റിന് വേണ്ടി 4,000, പെറ്റി ക്യാഷ് ആയിട്ട് 170. അങ്ങനെ മൊത്തം 7,170 രൂപ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ക്യാഷ് കൊടുത്തു. അപ്പം അതും എന്താണ്? എക്സ്പെൻസ് അല്ലേ? അപ്പം ഈ ഒരു ഹെഡ് ഓഫീസിനെ സംബന്ധിച്ച് ഇത്ര രൂപ 7,170 രൂപ പോയി അല്ലേ? അതൊരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് അക്കൗണ്ടിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എൻട്രി എങ്ങനെ വരും? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു, ഇവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയല്ലോ, അപ്പം ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്, എന്ത് വേണേലും എഴുതാം. എമൗണ്ട് 7,170. ഓക്കെ, ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രാഞ്ചിലേക്ക് ക്യാഷ് എക്സ്പെൻസ്, അതായത് സാലറി, റെന്റ്, പെറ്റി ക്യാഷിനൊക്കെ വേണ്ടിയിട്ട് 7,170 രൂപ കൊടുത്തു. അപ്പോൾ അതെന്താണ്? ഇവരുടെ കയ്യിൽ നിന്നും ഒരു എക്സ്പെൻസ് ആണ് അല്ലേ? ഒരു പൈസ പോയി. അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഈ 3 എൻട്രി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത എൻട്രീസ് നോക്കാം. അടുത്ത നോക്കിയേ, അടുത്ത പറഞ്ഞിരിക്കുന്നത് ക്യാഷ് റെമിറ്റൻസ് ബൈ ബ്രാഞ്ച്, അതായത് ബ്രാക്കറ്റിൽ ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1,30,000. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ബ്രാഞ്ചിൽ നിന്നും 1,30,000 രൂപ ക്യാഷ് കിട്ടി. അപ്പോൾ ബ്രാഞ്ചിൽ നിന്നും ക്യാഷ് കിട്ടണമെങ്കിൽ അത് എന്തായിരിക്കും? സെയിൽസ് ആയിരിക്കും അല്ലേ? അതായത് ഈ ഹെഡ് ഓഫീസ് അയച്ചു കൊടുക്കുന്ന ഗുഡ്സ് ബ്രാഞ്ച് വിറ്റിട്ട് ആ ക്യാഷ് ആണ് ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചു കൊടുക്കുന്നത്. അപ്പം ഹെഡ് ഓഫീസിനെ സംബന്ധിച്ച് അതൊരു ഇൻകം അല്ലേ? അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രാഞ്ച് അക്കൗണ്ട് നോമിനൽ നേച്ചറാണ്, നോമിനൽ അക്കൗണ്ട് നേച്ചറാണ്. എല്ലാ ഇൻകവും ക്രെഡിറ്റ് ചെയ്യണം. അപ്പം എൻട്രി എന്തായിരിക്കും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റ്. ഇവിടെ എന്താണ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് എന്ന് എഴുതാൻ കാര്യം? ഇവിടെ ഹെഡ് ഓഫീസിന് എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. എമൗണ്ട് 1,30,000. നമുക്ക് നറേഷൻ എങ്ങനെ എഴുതാം? ക്യാഷ് റെമിറ്റൻസ് ബൈ ബ്രാഞ്ച്. ഓക്കെ, അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി സ്റ്റോക്ക്, അതായത് ക്ലോസിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് പെറ്റി ക്യാഷും ആണ് തന്നിരിക്കുന്നത് അല്ലെ? ആ വർഷം ലാസ്റ്റ് ഈ ബ്രാഞ്ചിലുള്ള മിച്ചമുള്ള സ്റ്റോക്കും പെറ്റി ബാലൻസും നോക്കാം. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 31st March 2015, ദെൻ പെറ്റി ക്യാഷ് ബാലൻസ് ഓൺ 31st March 2015. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് എവിടെ എഴുതുന്നത്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ക്ലോസിംഗ് എവിടെ ആയിരിക്കും? ബ്രാഞ്ച് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ എൻട്രി എങ്ങനെ വരും? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റ്, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ. അടുത്ത എന്താണ്? ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. എമൗണ്ട് നോക്കാം. എമൗണ്ട് എന്താണ്? ബ്രാഞ്ച് സ്റ്റോക്ക് 21,000, ദെൻ പെറ്റി ക്യാഷ് ബാലൻസ് 40, അങ്ങനെ ടോട്ടൽ 21,040. ഓക്കെ, നറേഷൻ എങ്ങനെ എഴുതാം? ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് പെറ്റി ബാലൻസ് ട്രാൻസ്ഫർ ടു ബ്രാഞ്ച് അക്കൗണ്ട്.
അപ്പോൾ ഇത്രയുമാണ് ജേണൽ. അപ്പോൾ വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം എന്താണ് ഓപ്പണിങ്ങിൻ്റെ എൻട്രി എഴുതി, അതിനുശേഷം ഗുഡ്സ് സെൻഡ് ചെയ്തതിൻ്റെ എൻട്രി എഴുതി, അതിനുശേഷം എക്സ്പെൻസസ് അല്ലേ, ഇവർ ആ എക്സ്പെൻസസ് മെറ്റ് ചെയ്യാൻ വേണ്ടി ക്യാഷ് കൊടുത്ത എൻട്രി എഴുതി, അതിനുശേഷം ബ്രാഞ്ചിൽ നിന്നും വിറ്റ പൈസ കിട്ടിയ എൻട്രി എഴുതി, ദെൻ ലാസ്റ്റ് എന്താണ് ക്ലോസിങ് എഴുതി. ഇത്രയുമാണ് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്വസ്റ്റിനകത്തുള്ള ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ. നമുക്ക് എന്ത് വരയ്ക്കണം? ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്കിനി ബ്രാഞ്ച് അക്കൗണ്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. നമ്മൾ ആദ്യം ജേണൽ എഴുതി കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ ജേണൽ നോക്കിയിട്ട് നമുക്ക് അക്കൗണ്ട് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഓരോ ജേണലും നോക്കിയിട്ട് ബ്രാഞ്ച് അക്കൗണ്ടിനകത്ത് നമുക്ക് എൻട്രി ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എൻട്രി എന്തായിരുന്നു? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് എന്നതായിരുന്നു. അപ്പോൾ അവിടെ നോക്കിയേ, ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തേക്കാണല്ലേ, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്തെഴുതുക? ബ്രാഞ്ച് സ്റ്റോക്കും ബ്രാഞ്ച് പെറ്റി ക്യാഷും എഴുതുക എന്നാണ്. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഐറ്റം ഡെബിറ്റ് സൈഡിൽ കാണിക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് എഴുതാം ടു ബ്രാഞ്ച് സ്റ്റോക്ക്. ടു ബ്രാഞ്ച് സ്റ്റോക്ക് എമൗണ്ട് എത്രയാണ്? 18,000. ദെൻ ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് എമൗണ്ട് 30. അപ്പോൾ ഫസ്റ്റ് എൻട്രി നമ്മൾ എഴുതി. രണ്ടാമതായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത് പറഞ്ഞത് ഗുഡ്സ് സെൻഡ് ചെയ്ത കാര്യമായിരുന്നു അല്ലേ? അതിൻ്റെ എൻട്രി എങ്ങനെയായിരുന്നു? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നാണ്. അവിടെയും ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഐറ്റം എഴുതുക. ഓപ്പോസിറ്റ് കിടക്കുന്ന ഐറ്റം എന്തായിരുന്നു? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. എമൗണ്ട് എത്രയാണ്? 80,000. ഓക്കെ. മൂന്നാമത് എന്തായിരുന്നു പറഞ്ഞത്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് അല്ലെ, എക്സ്പെൻസസിന്റെ എൻട്രി ആയിരുന്നു. അപ്പോൾ അതും നമുക്ക് എങ്ങനെയാണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഓപ്പോസിറ്റ് കിടക്കുന്ന ഐറ്റം എന്താണ്? ക്യാഷ്. എമൗണ്ട് എത്രയാണ്? 7,170. ഓക്കെ. അടുത്ത എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നാണ്. അവിടെ എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഐറ്റം ക്യാഷിനെ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? ബൈ ക്യാഷ് എമൗണ്ട് 1,30,000. പിന്നെയുള്ള എന്താണ്? ക്ലോസിംഗ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ക്ലോസിംഗിൻ്റെ എൻട്രി എന്തായിരുന്നു? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അവിടെയും ബ്രാഞ്ച് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഓപ്പോസിറ്റ് കിടക്കുന്ന ഐറ്റം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അപ്പോൾ എന്തൊക്കെയായിരിക്കും? ബ്രാഞ്ച് സ്റ്റോക്ക് എമൗണ്ട് എത്രയാണ്? 21,000. ദെൻ ബ്രാഞ്ച് പെറ്റി ക്യാഷ് എമൗണ്ട് 40. ഓക്കെ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്തിട്ട് എത്ര രൂപയാണോ അത് നമ്മൾ എങ്ങോട്ട് മാറ്റണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് മാറ്റണം. അപ്പോൾ ഈ രണ്ട് സൈഡ് നോക്കാം. നമുക്ക് കൂടുതലായിട്ടുള്ളത് എവിടെയാണ്? അവിടെ 1,30,000, 21,000, 40 എല്ലാവരുടെ കൂട്ടുമ്പം 1,51,040 രൂപയാണ്. അപ്പോൾ നമുക്ക് അതാണ് രണ്ട് സൈഡ് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ക്രെഡിറ്റ് സൈഡാണ്. അപ്പോൾ നമുക്കത് ടോട്ടൽ എഴുതാം. 1,51,040. 1,51,040. ഇനി എന്ത് ചെയ്യാം? ഈ 1,51,040 നിന്നും ഇതെല്ലാം കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 45,840. അതിന് നേരെ എന്താ എഴുതേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എത്ര രൂപ ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ എന്തായാലും നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇത്രയും മാത്രമാണ് ബ്രാഞ്ച് അക്കൗണ്ട്. വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്തൊക്കെ വരയ്ക്കാം? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് വരയ്ക്കാം. അതുപോലെ തന്നെ എന്താണ്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് വളരെ എളുപ്പമാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ നമുക്ക് ആകെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ഒറ്റ എൻട്രി ഉള്ളൂ. ഏതാണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അപ്പോൾ അതെങ്ങനെ വരും? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിനകത്ത് ബൈ ബ്രാഞ്ച് എന്ന് വരും.
പിന്നെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യാതെ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് എഴുതി കാണിച്ച് ക്ലോസ് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് വരയ്ക്കാം. പക്ഷെ പ്രധാനമായിട്ട് നമ്മൾ വരച്ചിരിക്കേണ്ട ഏതാണ്? ബ്രാഞ്ച് അക്കൗണ്ട് ആണ്. അപ്പോൾ ജേണൽ എഴുതാനും ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കാം. ജേണൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ട് വരയ്ക്കാൻ വളരെ ഈസിയാണ്. ഇത്രയും മാത്രമാണ് നമ്മളുടെ ഫസ്റ്റ് മെത്തേഡായിട്ടുള്ള ഡെപ്റ്റർ സിസ്റ്റത്തിനകത്ത് വരുന്ന ഫസ്റ്റ് കാര്യം. എന്താണ്? ഈ ഒരു ബ്രാഞ്ചിലോട്ട് കോസ്റ്റ് പ്രൈസിന് മാത്രം ഹെഡ് ഓഫീസ് ഗുഡ്സ് അയച്ചു കൊടുക്കുകയും അത് ക്യാഷിന് മാത്രം വിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കിയുള്ള മെത്തേഡ്സുമായിട്ട് നമുക്ക് മറ്റു വീഡിയോസിലൂടെ കാണാം.